നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനമാണ് നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. ഒരു ചെറിയ വഴിയോരത്ത് ഒരു മനുഷ്യൻ ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദിവസം തോറും കസ്റ്റമേഴ്സ് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ബിസിനസ്സിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങി കൂടുതൽ ആളുകളെ ജോലിക്കെടുത്തു. ബിസിനസ് കൂടുതൽ വളർത്താനുള്ള പദ്ധതികളും തയ്യാറാക്കി. അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ വീട്ടിലെത്തി. അവൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അച്ഛൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ മകൻ പറഞ്ഞു, അച്ഛാ, നിങ്ങളിപ്പോൾ വളരെ ശ്രദ്ധിക്കണം. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാകുവാൻ പോവുകയാണ്. ആളുകൾ പണം ചെലവാക്കുന്നത് കുറയും, ബിസിനസ് സ്ലോ ആകും. മകൻ്റെ വാക്കുകൾ അച്ഛനെ ഭയപ്പെടുത്തി. അച്ഛൻ ചിന്തിച്ചു, ശരിയാണോ? ഇനി ബിസിനസ് കുറയുമോ? അദ്ദേഹം പതുക്കെ തൻ്റെ ബിസിനസ്സിൻ്റെ ഡിസിഷൻസ് മാറ്റാൻ തുടങ്ങി. വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കുറച്ചു. ചില ജീവനക്കാരെ ഒഴിവാക്കി. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രം, ബിസിനസ് മോശമാകാൻ പോകുന്നു. പക്ഷേ അതോടെ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. കസ്റ്റമേഴ്സ് കുറയാൻ തുടങ്ങി. സെയിൽസ് കുറഞ്ഞു, ഇൻകം കുറഞ്ഞു. അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ബിസിനസ് ശരിക്കും മോശമായി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ബിസിനസ് മോശമായത് കൊണ്ടാണോ അദ്ദേഹം ഭയപ്പെട്ടത്? അല്ല, അദ്ദേഹം ആദ്യം വിശ്വസിച്ചത് ബിസിനസ് മോശമാകുമെന്നാണ്. ആ വിശ്വാസം അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബിസിനസ്സിനെ ബാധിച്ചു. ഈ കഥയുടെ പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും, എനിക്ക് തീരെ ഭാഗ്യമില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ബിസിനസ് നടക്കില്ല, എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. തീരുമാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റും. പ്രവർത്തനങ്ങൾ നമ്മുടെ ഫലങ്ങളെ മാറ്റും. അങ്ങനെ ഒരു ചെറിയ ബിലീഫ് പോലും ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും. നിങ്ങൾക്ക് ഒരവസരം ലഭിച്ചാൽ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കൂ, എനിക്ക് കഴിയില്ലെന്ന് തെളിയിക്കുന്ന തെളിവ് എന്താണ്? ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നം കഴിവിൻ്റെ കുറവല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിധിയായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക. കാരണം ചിന്തകൾ വിശ്വാസങ്ങളായി മാറും, വിശ്വാസങ്ങൾ പ്രവർത്തനങ്ങളായി മാറും, പ്രവർത്തനങ്ങൾ ശീലങ്ങളായി മാറും, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. അവസാനം അതാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനോട് പറയൂ, ഞാൻ ഭയത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കില്ല. ഞാൻ സാധ്യതകളെ കാണാൻ പഠിക്കും. എനിക്ക് അറിയാത്തത് പഠിക്കും. എനിക്ക് കഴിയില്ല എന്നതിന് പകരം എങ്ങനെ കഴിയും എന്ന് ഞാൻ ചിന്തിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഏറ്റവും ശക്തമായ ചോദ്യം എനിക്ക് കഴിയുമോ എന്നതല്ല, എനിക്ക് എങ്ങനെ കഴിയും എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റുന്നത് അവന് ലഭിക്കുന്ന അവസരങ്ങളല്ല, ആ അവസരങ്ങളെ കാണാനും മനസ്സിലാക്കാനുമുള്ള അവൻ്റെ കഴിവാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നു, പക്ഷേ എല്ലാവരും അത് തിരിച്ചറിയുന്നില്ല. ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അവൻ പറയും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നത്? നേരെ മറിച്ച് അതേ പ്രശ്നം നോക്കി വേറൊരാൾ ചോദിക്കും, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാൻ കഴിയുന്നത്? ഇവിടെയാണ് വിജയിയും പരാജിതനും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. വിജയം ഭാഗ്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശീലങ്ങളും ചേർന്നാണ് വിജയം രൂപപ്പെടുന്നത്. ഒരു പരാജയം ഒരാൾക്ക് അവസാനമാണ്, അതേ പരാജയം മറ്റൊരാൾക്കൊരു പാഠമാണ്. ഒരു വിമർശനം ഒരാൾക്ക് വേദനയാണ്, മറ്റൊരാൾക്ക് അത് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഫീഡ്ബാക്ക് ആണ്. ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് തടസ്സമാണ്, മറ്റൊരാൾക്ക് അത് വളരാനുള്ള അവസരമാണ്. പക്ഷേ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും കാര്യങ്ങളെ ഒരേ രീതിയിൽ കാണാൻ കഴിയാത്തത്? കാരണം നമ്മുടെ ചിന്തയുടെ നിലവാരം വ്യത്യാസമാണ്. നമ്മൾ എന്താണ് വായിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് നിരന്തരം ചിന്തിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ നിലവാരം നിർണ്ണയിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഉയർന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്വന്തം ചിന്തകളെ ഉയർത്തേണ്ടത്. ഒരു വലിയ സത്യം ഓർക്കുക, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അവൻ ചോദിക്കും, അവൻ വായിക്കും, അവൻ നല്ല ആളുകളെ നിരീക്ഷിക്കും, തെറ്റുകളിൽ നിന്ന് പഠിക്കും.
എനിക്കെല്ലാം അറിയും എന്ന് പറയുന്ന നിമിഷം വളർച്ച അവിടെ അവസാനിക്കുന്നു. പക്ഷെ ഇനിയും എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുന്ന നിമിഷം വളർച്ച ആരംഭിക്കുന്നു. ഇന്നു മുതൽ ഒരു മാറ്റം വരുത്തൂ. ഒരു പ്രശ്നം വന്നാൽ ഉടൻ ചോദിക്കരുത് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, പകരം ഇങ്ങനെ ചോദിക്കൂ, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിഞ്ഞത്. ഒരു വ്യക്തി നിങ്ങളെ വിമർശിച്ചാൽ അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം ചിന്തിക്കരുത്. ചിന്തിക്കുക, അവൻ പറഞ്ഞതിൽ എനിക്ക് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ. ഒരു അവസരം വന്നാൽ എനിക്ക് കഴിയുമോ എന്ന് നിരന്തരം ചിന്തിക്കുന്നതിന് പകരം ചോദിക്കുക, എനിക്ക് ഇത് ചെയ്യാൻ എന്താണ് പഠിക്കേണ്ടത്. ഈ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ ഉയർത്തുന്നത്. ഓർക്കുക, ഉയർന്ന സ്ഥാനത്ത് എത്തുന്നവരിൽ പലരും ആദ്യം ഉയർന്ന സാഹചര്യത്തിൽ ആയിരുന്നില്ല, പക്ഷേ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. സാധാരണ കാര്യങ്ങളിൽ നിന്ന് അസാധാരണമായ പാഠങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്. ഒരു പുസ്തകത്തിൽ നിന്ന് ഒരാശയം എടുക്കുക, ഒരു പരാജയത്തിൽ നിന്ന് ഒരു പാഠം എടുക്കുക, ഒരു നല്ല മനുഷ്യനിൽ നിന്ന് ഒരു ശീലം പഠിക്കുക, ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു അവസരം കണ്ടെത്തുക. അങ്ങനെ ദിവസവും നിങ്ങളുടെ ചിന്തയുടെ നിലവാരം ഉയർത്തുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തയുടെ നിലവാരം ഉയർത്തണം. ഇന്ന് മുതൽ നിങ്ങളോട് തന്നെ പറയൂ, എനിക്ക് എല്ലാം അറിയണമെന്നില്ല, പക്ഷേ ഓരോ ദിവസവും ഞാൻ കൂടുതൽ പഠിക്കാൻ തയ്യാറാണ്. ഓരോ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിക്കും, ഓരോ പ്രശ്നത്തിൽ നിന്നും ഞാൻ ഒരു പാഠം കണ്ടെത്തും. എൻ്റെ ചിന്തകൾ ഉയരും, എൻ്റെ തീരുമാനങ്ങൾ ഉയരും, എൻ്റെ ജീവിതവും ഉയരും. ഒടുവിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ജീവിതം നിങ്ങൾക്ക് എന്താണ് നൽകുന്നത് എന്നതിലല്ല കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറാൻ നിങ്ങൾ കാത്തിരിക്കരുത്. ആദ്യം നിങ്ങളുടെ ചിന്ത മാറ്റൂ. ചിന്ത മാറുമ്പോൾ കാഴ്ചപ്പാട് മാറും, കാഴ്ചപ്പാട് മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും, തീരുമാനങ്ങൾ മാറുമ്പോൾ ജീവിതം ഉറപ്പായും മാറും. താങ്ക് യു.